അപ്പോൾ കഴിച്ച് നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. മൈസൂരിലെ കാറുകളുടെ ശേഖരണം. മാസ്റ്റർ പറഞ്ഞോളൂ എന്നാലേ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എന്താ ഭംഗി, സൂപ്പർ. ഉത്സവത്തിൽ കയറി ആദ്യം നമ്മൾ കാണുന്നത് ഇതാട്ടോ, പണ്ടത്തെ നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന, അതായത് മനുഷ്യന്മാരെ വെച്ച് വലിച്ചിട്ട് കാള വലിച്ചുകൊണ്ടുവന്നത്, കാളയെ കുതിര. ഇത് മനുഷ്യന്മാരെ കൊണ്ടുവന്നത്. ഇതൊക്കെ കുതിരകളും കാളകളും പശു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിപാടികൾ തുടങ്ങാത്തത്. അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും. ഇതാണ് നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്ന ഇതാണ്. പിന്നെ അതിൻ്റെ അടിഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയ ഒരു ഷോ ഉണ്ട്. എന്താ ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ കൊടുക്കണേ. ടോപ്പ് സ്പീഡ് അല്ല, ഇതെന്താ? ആ അതേ പറഞ്ഞതേ, ഇതിന്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് ഇങ്ങനെ ഓരോ വെഹിക്കിളിന്റെ അടുത്തും ഉണ്ട് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. 1937 കേട്ടോ ഈ ഒരു വണ്ടി കണ്ടുപിടിച്ചത്. ഇതൊക്കെ മിലിറ്ററിന്റെ വണ്ടികൾ തന്നെയല്ലേ? പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന മിലിറ്ററിക്കാരുടെ വണ്ടികളാണ് ഇതൊക്കെ. ജർമ്മനി, ഇന്ത്യൻ ആർമി, അതായത് 1983 വണ്ടി. ഈ വണ്ടികളൊക്കെ 2008 വന്ന വണ്ടികളാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ഓരോ 1993. അതിൻ്റെ ഇടയ്ക്ക് പഴയ കാലത്തെ വണ്ടികളും കൊണ്ടിട്ട് കൊടുക്കണേ. ഇത് 2008 വന്ന വണ്ടിയാണ് കേട്ടോ, റബ്ബർ ഇലക്ട്രിക് വണ്ടി. ട്രാക്ടർ. ജുഷ മ്യൂസിയം. മൈസൂർ മഹാരാജയാണിത്. മൈസൂർ പാലസ്. ടിക്കറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. ഇതാ
കൺമണിപ്പൂവെ കളിക്ക്. അങ്ങനെ ഒരു ഫുള്ള് റൗണ്ട് അടിച്ച് വന്നിട്ടോ. നമ്മളിത് കൂടെയാണ് ഫസ്റ്റ് കയറി വന്നിരുന്നത്. ഒരു ഇത് ഫുള്ള് ഈ പാലസ് ഫുള്ള് ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നേ. രാജ്യസഭ കൂടാ എന്താ ഭംഗി കാണാല്ലേ. നമ്മൾ തിരിച്ചു വന്ന നമ്മുടെ ചെരുപ്പൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലോ അത് 360 ആണ്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നല്ല. ആരൊക്കെ എന്താ വേണ്ടത്? കത്തിയോ? ആ കത്തി. പന്നികൾ ഇഷ്ടം പോലെ ഞാനൊക്കെ കാണേണ്ടത് കുത്തിയപ്പോ എന്താ അവസ്ഥ? അപ്പൊ ഞങ്ങൾ വന്നപ്പോ ഏട്ടാ പന്നീനെ കണ്ടില്ല ഏട്ടാ. പന്നീനെ ഇത് നമ്മളെക്കുള്ള പന്നിയല്ലേ? പക്ഷെ നമ്മള് കാണില്ലല്ലോ പന്നീനൊന്നും. ഇതാണ് പന്നിട്ടോ. നിങ്ങൾ പറയല്ലേ പന്നി പന്നിയല്ല. നമ്മളിപ്പോ ചായ കുടിക്കാനാണോ വന്നത്? ആണോ വന്നത്? ചായ കുടിക്കാൻ പറ്റും എല്ലാവരും ടോയ്സ്. നമ്മൾ ചായ കുടിക്കാനല്ലേ കുഞ്ഞ് വന്നേ? എല്ലാവരും ടോയ്സിന് മുന്നിലാട്ടോ. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. പാവിന്റെ ഏട്ടൻ എന്തൊക്കെ ചെലവാകും എന്നുള്ളതാണ്. ആനിമോക്കുള്ള തെരച്ചിലാണ് കേട്ടോ. ആനിമോക്ക് ഏതേതും പറ്റണില്ലേ? ഏതാണ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് ആനിമോ. ട്രോഫി രണ്ടാള് കളിച്ചിട്ട് രണ്ട് ട്രോഫി കിട്ടി. അപ്പൊ മറ്റോ നോക്കിയോ പക്ഷെ വേറെ അത് കുറെ സമ്മാനം നമ്മളുടെ വണ്ടിയിൽ നിന്ന് നമ്മൾ യാത്രയായി. നമ്മളിത് നമ്മളെ വണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ നമ്മുടെ വീടെത്തി. എല്ലാവരും കെട്ടും പാണ്ട കെട്ട് പോകണേ. ഹോയ് ഹോയ് ലാസ്റ്റ് നമ്മളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദാ ലാസ്റ്റ് നമ്മളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്.